അലൈക്കും കൂട്ടുകാരെ, നമുക്കൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബീട്രൂട്ട്, ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പാതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് കടുക്, ഉലുവ ഇടാം. പിന്നെ കറുവേപ്പില ഇടാവേ. കറുവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കോളി. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനെ ഇടുന്നുണ്ട്. കൂടുതലിടുന്നവർക്ക് കൂടുതലിടാം. ബീട്രൂട്ടൊക്കെ ഞാൻ ഇടുന്നത് എന്താ പറയുക, നമ്മുടെ ശരീരത്തിനൊക്കെ അത്രയും നല്ലതല്ലേ ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇത്തിരി അച്ചാറിൻ്റെ ആവശ്യമുണ്ട് പറയും, നമുക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. പച്ചമുളക് ഇടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, വളരെയധികം സന്തോഷം. ഈ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ദുആയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാം ചെയ്യണം കേട്ടോ. ജസ്റ്റ് കണ്ടുപോകണം, അങ്ങനെ കാണല്ലേ. നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇടുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരോടും എനിക്ക് നല്ല നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊന്നും തരുന്നില്ല, അതുള്ളൊരു സങ്കടം. അത് തരിക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിടാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരുപാട് പേര് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ്, പക്ഷേ ആരും ലൈക്ക് ചെയ്യണില്ല, ഷെയർ ചെയ്യണില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും തരില്ല, ബെല്ലൈക്കണൊന്നും അമർത്തുന്നില്ല. അതൊക്കെ ഒന്ന് ചെയ്യാട്ടാ. പിന്നെ നമുക്ക് മാങ്ങയും ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പല ഭാഗത്ത് പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൽ, നമുക്ക് അച്ചാർ പൊടിയൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. പാക്കറ്റ് പൊടിയൊക്കെ കിട്ടും. ഇപ്പം ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നുള്ള ആവശ്യമൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കൽ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ ഉണ്ടാകും. പിന്നെ എങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ പെട്ടെന്ന് ഇപ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതൊക്കെ ഒരാഴ്ച അങ്ങനെയൊക്കെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ലെണ്ണയല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറേയൊക്കെ നിൽക്കും. നമുക്കിപ്പോൾ ഒരാഴ്ചത്തെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ ജീരകം, ഉലുവയും പൊടിച്ച പൊടിയാണ് ഞാനിപ്പോൾ അതിലിട്ടത്. മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ചൊക്കെ ഓരോരുത്തർ എങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണ് 2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത്. കുറച്ച് കായപ്പൊടി ഇടാം. കായപ്പൊടി ഒരുപാട് അധികമായാൽ കസക്കും. നോക്കിയും കണ്ടൊക്കെ മണത്തിനനുസരിച്ച് ഇട്ടോളി. ഞാൻ പോരാതെ വന്നപ്പോൾ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ അളവിനനുസരിച്ച് നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്തോളി. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, പച്ചവെള്ളം ഒരിക്കലും ഇതിൽ ഒഴിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, സുർക്ക മാത്രം മതിയാവും. ഇപ്പം ഞാൻ എടുത്ത് വെക്കേണ്ട ആവശ്യം വരില്ല, അത്രക്കൊന്നും ഇല്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം ഇവിടെ നിൽക്കുകയുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സുർക്ക നോക്കി കണ്ടൊക്കെ ഒഴിച്ചാൽ മതി. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് സുർക്കയാണ് നമ്മുടെ കുടലിൽ അധികം പോണത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ നോക്കി കണ്ട് ഇന്ന് ആവശ്യമാണേനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയും കണ്ട് ചെയ്തോളി മക്കളെ. അപ്പോൾ എങ്ങനെ സംഭവം സെറ്റ്.